ഹലോ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇന്ന് കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചിയിലുള്ള എന്റെ ഒരു ദിവസം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ 5-6 കോഴിമുട്ട വാങ്ങിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം കയറിയത് ഈ ഒരു പെറ്റ് ഷോപ്പിലാണ്. എനിക്ക് പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം കയറിയത് അവിടെയാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ സ്കൂളുകളൊക്കെ തുറക്കുമല്ലേ, അപ്പൊ അതിന്റെ തിരക്ക് നല്ലോണം ഇവിടെ കാണാനുണ്ട്. ഇപ്പൊ ഈദ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഒരു മസ്ജിദൊക്കെ അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും മുകളിലൊക്കെ ഞാൻ വരല് കുറവാണ്. പിന്നെ എന്തോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവനുണ്ട് എന്റെ കൂടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഏറ്റവും ടോപ്പിൽ പോയിട്ടോ. ആക്ച്വലി ഞങ്ങൾ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ പോവാത്ത ഒരു ഏരിയ ആണ് ഇത്. ഇന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് കയറി. അപ്പൊ ഇവിടെ അത്യാവശ്യം ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ കയറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് എനിക്ക് കയറാൻ തോന്നിയില്ല. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ അവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. മുകളിൽ കയറിയാലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടൈം പോകുന്നത് അറിയൂല. ഒരുപാട് കാണാനുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടപ്പോഴേക്ക് സത്യം പറയാലോ എനിക്ക് വിഷന്ന്. ഞാൻ പിന്നെ ഫുഡിന്റെ ഏരിയയിലോട്ട് പോയി. അവിടെ നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏത് സെലക്ട് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം അങ്ങനെ മന്തി കഴിക്കാൻ നമ്മുടെ തമാമിൽ തന്നെ പോവാന്ന് കരുതി. പോകുന്ന വഴിക്ക് അങ്ങനെ കളമശ്ശേരിയുള്ള ഡെക്കാത്തലോൺ ഒന്ന് കയറി കേട്ടോ. ഇവിടെ എത്തിയപ്പോ ആക്ച്വലി എന്റെ കണ്ണ് നേരെ പോയത് ഇതിലോട്ടാണ്. ഇതിന്റെ പുറകിലൊരു കഥ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. അന്ന് ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞു, ഉപ്പ ഗൾഫിലായിരുന്നു. അപ്പൊ ഉമ്മാന്റെ അടുത്ത് ഞാൻ പറയും, ഉപ്പ വരുമ്പോ എനിക്ക് അന്ന് ഞാൻ ചക്രഷു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇതിന്റെ പേരൊന്നും നമുക്ക് അറിയില്ലല്ലോ, കുട്ടിയല്ലേ. അപ്പൊ ഞാൻ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും എന്റെ സിബ്ലിങ്സും ഒക്കെ എന്റെ ഇക്കാക്കാരും താത്താരും ഒക്കെ എന്നെ പറഞ്ഞ കളിയാക്കും. നീ അന്ന് അങ്ങനെ എന്റെ ഉമ്മന്നെ പറയും, പണ്ട് എനിക്ക് നല്ലൊരു ഇഷ്ടമായിരുന്നു ഇത് മേടിക്കാനും അത് യൂസ് ചെയ്യാനൊക്കെ. ആക്ച്വലി എനിക്ക് ഇപ്പോഴും അന്നൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അത് നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ അന്ന് അതിട്ട് കാണുമ്പോഴും അതുപോലെ അതൊക്കെ യൂസ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ക്രേസ് ആണല്ലോ. എല്ലാവർക്കും ഓരോരുത്തരും ഓരോ സംഭവത്തിനോട് ഒരു ക്രേസ് അല്ല. അതുപോലെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. യൂസ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ പോലും എനിക്കത് കാണുമ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകും, അതെടുക്കും. അങ്ങനെയൊക്കെയാണ്. ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഉള്ളതാണ് കേട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റെയിൻകോട്ട് അങ്ങനെയുള്ള ഒരുപാട് ഇപ്പൊ ട്രെക്കിങ്ങിന് പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ അതുപോലെ ജിമ്മ്, അതിനുള്ള പിള്ളേർക്ക് പറ്റിയ സൈക്കിൾസ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ചെരുപ്പ് നോക്കാനായിരുന്നു കേട്ടോ. ചെരുപ്പിന്റെ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് കുറവാണ്. അപ്പൊ ഞങ്ങൾക്ക് പറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. തമാം ഓൾറെഡി ഇന്ന് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ റൂമിന്റെ അടുത്തുള്ള ഒരു യമൻ മന്തിയിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഓഫീസിലോട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ കയറി. ഇവിടെ അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റുകൾക്കും വില കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ അവനക്കൊരു കുപ്പി വാങ്ങിച്ചു, അതിന്റെ കൂടെ എനിക്കൊരു കുപ്പി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിന്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യമൻ മന്തിയിലോട്ട് എത്തി. അവിടെ നിന്ന് നമ്മളൊരു ഷവായ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഷവായ മന്തിയാണ് വാങ്ങിച്ചത്, മസാല ഷവായ ആണ് വാങ്ങിച്ചത്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിന്റെ കൂടെ നമ്മൾ രാവിലെ വാങ്ങിച്ചു വെച്ച മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. നമ്മൾ മസാല ഷവായ എല്ലാം വാങ്ങിച്ചു. എനിക്ക് പൊതുവെ അൽഫാമും ഞാൻ അത്ര കഴിക്കാറില്ല, ഇഷ്ടമല്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മസാല ഷവായ വാങ്ങിച്ചത്. അതിന്റെ ആ മസാലയൊക്കെ കൂട്ടിയിട്ട് മയോണൈസൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആണ്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിമുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്തായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അമ്മച്ചിയും അപ്പച്ചനും കൂടി അവരുടെ വീട്ടിലുണ്ടായ റംബൂട്ടാന് വിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് 1 കിലോ വാങ്ങിച്ചു. 1 കിലോ വാങ്ങിച്ചു. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കടകളിൽ മേടിക്കുന്നതിനെക്കാട്ടും എനിക്കെന്തോ ഒരു സ്പെഷ്യൽ മധുരം തോന്നി. അത് എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. അങ്ങനെ ഒരു ഈവനിങ് സമയമായപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അതിന് ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയത് കേട്ടോ. ഈ ഒരു ചായക്കട ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. നമ്മൾ റൂമിലോട്ട് പോകുന്ന റൂട്ടിലായിട്ട് തന്നെ പുതിയതായിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. എവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര രസം തോന്നും നമുക്ക്. അതിന്റെ ഒരു നേരെ ഫ്രണ്ടിൽ പാടും ഒരു സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു നല്ലൊരു വൈബ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ
വരുന്ന വഴിക്ക് ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഷർട്ട് എടുത്തു. ടീഷർട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അവനും ടീഷർട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ ടീഷർട്ട് എടുത്തിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ വന്നിട്ടുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.